ഹലോ മക്കളെ, എല്ലാവരും പ്ലസ് ടു ക്ലാസ്സുകൾ അതിഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് ടു ക്ലാസ്സുകളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ കേൾക്കുന്നൊരു കാര്യമാണ് പ്ലസ് ടുവിന് ശേഷം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. അതിമനോഹരമായിട്ടുള്ള ക്യാമ്പസുകൾ പഠിക്കണമെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും എൻട്രൻസ് എക്സാം എഴുതിയാൽ മാത്രമാണ് നമുക്ക് പ്ലസ് ടുവിന് ശേഷമുള്ള കോഴ്സുകളിൽ അതിഗംഭീരമായിട്ട് പഠിക്കുവാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ എൻട്രൻസ് എക്സാമിനേറ്റ് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് കീം എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് പരീക്ഷ എന്ന് പറയുന്നത്. പ്രധാനമായും നമുക്ക് 4 പ്രൊഫഷണൽ കോഴ്സുകളാണ് വരുന്നത്. ഒന്ന്, ഏറ്റവും വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടുള്ള ഏറ്റവും വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോഴ്സ് തന്നെ എഞ്ചിനീയറിംഗ്. രണ്ടാമത് ഫാർമസി, മൂന്നാമത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈൻഡ് കോഴ്സസ്, നാലാമത് ആർക്കിടെക്ചർ. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകളെ 4 പൊതുവെ തരംതിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം 42 കോഴ്സുകളാണ് മൊത്തത്തിൽ വരുന്നത്. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈൻഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ ടോട്ടലി നമുക്ക് 12 കോഴ്സുകൾ വരുന്നുണ്ട്. ഇതിൽ 6 മെഡിക്കലും 6 മെഡിക്കൽ അലൈൻഡ് കോഴ്സുകളായിട്ടാണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. മെഡിക്കൽ കോഴ്സിൽ 6 ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഏറ്റവും അധികം വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട കോഴ്സ് തന്നെ MBBS, 2 BDS, 3 BAMS, 4 BHMS, 5 BUMS, അവസാനത്ത് BSMS. സോ ഇങ്ങനെയാണ് നമ്മൾ 6 കോഴ്സായിട്ട് മെഡിക്കൽ കോഴ്സുകൾ തരംതിരിക്കുന്നത്. 6 പ്രധാനപ്പെട്ട മെഡിക്കൽ അലൈൻഡ് കോഴ്സുകളാണ് വരുന്നത്. അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ്, അവസാനമായിട്ട് നമുക്ക് ആനിമൽ ഹസ്ബൻഡറി. സോ ഇതാണ് നമുക്ക് ടോട്ടലായിട്ട് നിൽക്കുന്ന 12 മെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇത്ര കോഴ്സുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്താലും കേവലം 2 കോഴ്സിലേക്ക് മാത്രമാണ് കീം എൻട്രൻസ് എക്സാമിനേഷൻ വഴി നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. ഒന്ന് എഞ്ചിനീയറിംഗും മറ്റൊന്ന് BFAM-ഉം. മറ്റു എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾക്ക് ദേശീയ തലത്തിൽ എക്സാമിനേഷൻ ഉണ്ടാവുന്നതായിരിക്കും. ദേശീയ തലത്തിൽ എക്സാമിനേഷൻ എഴുതിയാലും കൃത്യമായിട്ട് കീമിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കേരളത്തിനകത്തുള്ള സീറ്റുകൾ ലഭിക്കുക. ഞാൻ എക്സാമ്പിൾ പറയാം. കേരളത്തിൽ ഏറ്റവും വിദ്യാർത്ഥികൾ എഴുതുന്ന എക്സാമിനേഷനാണ് MBBS എന്ന് പറയുന്നത്. MBBS-ന് നിങ്ങൾ സീറ്റ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ നീറ്റ് എക്സാമിനേഷൻ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ എഴുതിയാലും കേരളത്തിൽ സീറ്റ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ കീമിന് രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കേരളത്തിൽ സീറ്റ് ലഭിക്കുകയുള്ളൂ. എക്സാമിനേഷൻ എഴുതണ്ട, രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. കീം എൻട്രൻസ് വഴി നമുക്ക് 2 കോഴ്സുകൾ മാത്രമാണ് വരുന്നത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒന്ന് എഞ്ചിനീയറിംഗും മറ്റൊന്ന് BFAM-ഉം. മക്കളെ, എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ കാണുന്ന ലക്ഷ്യത്തിലേക്ക് പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ ലക്ഷ്യം എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ അതിനു വേണ്ടി വർക്കൗട്ട് ചെയ്തു തുടങ്ങുക. ഇപ്പോൾ തന്നെ അതിനു വേണ്ടി പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യുക. പ്രോബ്ലംസ് ചെയ്തു തുടങ്ങുക, പഠിച്ചു തുടങ്ങുക. അത് മാത്രമാണ് ആവശ്യം.